വാഴ 2 ഫിലിം കണ്ടോ? വാഴ 2 ഫിലിം എങ്ങനെയുണ്ട്? വാഴ 2 ഫിലിം നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തെ തൊട്ട് പോയിട്ടുള്ള ഒരു ഫിലിമാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ സ്കൂൾ കാലഘട്ടങ്ങളിലും അതുപോലെ തന്നെ സാഹോദര്യമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലും കുടുംബ ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മളെല്ലാവരും വലിയ ആഗ്രഹത്തോടുകൂടി നമ്മളിവിടുന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു ചിന്തയിൽ നമ്മളിവിടുന്ന് പല രാജ്യങ്ങളിലേക്ക് പോയി അവിടെ കഷ്ടപ്പെടുന്ന രീതിയിലുള്ള ജോലി കിട്ടാനും മരുന്നിന് വേണ്ടിയിട്ടും പനി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലാണെങ്കിൽ നമ്മൾ രാജ്യം വേണം, നമ്മളെ അമ്മ അച്ഛൻ അമ്മ ചായ വെള്ളം എന്ന് പറയുമ്പോൾ കൊണ്ടുതരിക, അതുപോലെയുള്ള ചുക്ക് കാപ്പി കഞ്ഞി ചുട്ട ചമ്മന്തി പപ്പടം അതൊക്കെ കഴിക്കുന്നത്. അതല്ല, ഇത് വേറൊരു ലോകത്തേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ ചെന്ന് നമ്മൾ നോക്കാൻ ആരുമില്ല. ഫ്രണ്ട്സിന്റെ ജോലിക്കോ അല്ലെങ്കിൽ ആരെങ്കിലും റിലേറ്റീവ് അവരവരെ കാര്യം അവിടെയാണ് എല്ലാരും വില നമ്മൾ മനസ്സിലാകുന്നത്. അപ്പൊ ഈ പടത്തിൽ അതെല്ലാം കാണിക്കുന്നുണ്ട്. നമ്മുടെ ആദ്യം തൊട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ യൗവന കാലഘട്ടത്തിൽ നമ്മൾ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന സംഭവം കണ്ടില്ല അതിനകത്ത്. അത് സ്കൂൾ ജീവിതത്തിൽ എല്ലാ സ്കൂളിലും നമുക്ക് രണ്ട് കഥാപാത്രങ്ങളുണ്ടാവും. ഒന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു സാറും ഉണ്ടാവും, നമ്മൾ ഭീകര രൂപയായി കാണുന്ന ഒരാളുണ്ടാവും. അതൊക്കെ ഈ നമ്മുടെ റിലേറ്റഡ് ആയത്. അതാണ് ഇതിനകത്തെല്ലാം നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ സ്കൂൾ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സൗഹൃദ ബന്ധം, ആ ബന്ധം നമ്മൾ ഇന്നും നിലനിർത്തും. 1 തൊട്ട് 10 വരെ +2 ഡിഗ്രി അങ്ങനെ പോകുന്ന കാലഘട്ടങ്ങളൊക്കെ അതാണ്. പിന്നെ എല്ലാവരും ജീവിതം വെട്ടിപ്പിടിക്കാൻ വേണ്ടി എല്ലാരും പല സ്ഥലത്തേക്ക് പോകുന്നു. അതൊക്കെയാണ് ഈ വാഴ സിനിമയിൽ നമ്മുടെ ജീവിതത്തെ കാണിക്കുന്നതാണ്. ഞാൻ ഈ അതാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് തുടർന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. പണ്ട് കാലഘട്ടങ്ങളിൽ, പണ്ടെന്ന് പറഞ്ഞപ്പോ ഈ നമ്മുടെ ജനറേഷന്റെ തൊട്ട് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ വേറെ മൊബൈലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലായിട്ടുണ്ടായില്ല. ഇപ്പൊ എല്ലാം വിരൽത്തുമ്പിലാണ്. അപ്പൊ എന്റെ കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങളെല്ലാം ചെലവഴിച്ചിരുന്നത് രാവിലെ സ്കൂളില്ലാത്ത സമയത്ത് 8 മണിക്ക് നമ്മൾ ഗ്രൗണ്ടിൽ പോകും. വൈകുന്നേരം വീട്ടിൽ അച്ഛനോ അമ്മയോ വേറെ ആരെങ്കിലും വണ്ടി കൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ ഇവിടെ വന്നിരുന്നത്, വീട്ടിലിരുന്നത്. അപ്പൊ അതേമാതിരിയുള്ള കാര്യങ്ങളാണ്. അതായത് സ്കൂളുകളിൽ ഇപ്പത്തെ ഞാൻ പറയും, ഇപ്പൊ പല സ്കൂളുകളിലും ഭൂമിയില് ഇപ്പൊ അതാരും ഇല്ല. ഈ തലമുറ അതിനെ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഈ തലമുറക്ക് താല്പര്യമില്ല. എന്താ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ കളിയും, ആ കളിയിൽ അവരുടെ മാനസികമായിട്ടുള്ള അവരുടെ ബന്ധങ്ങളും കായികമായിട്ടുള്ള കാര്യങ്ങളും അവരുടെ ആരോഗ്യം എല്ലാം അതിൽ പോകും. മറ്റത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളിക്കാൻ ഇന്ന് എവിടെയും ഒരു സ്ഥലമില്ലാതെ പോകുന്നതിനാൽ ഇപ്പം പല ആൾക്കാരും ഇതിനെ പല ഗവൺമെന്റുകളും പ്രോത്സാഹിപ്പിച്ചു വരുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നു. കളിസ്ഥലം ഇല്ലെങ്കിൽ കുട്ടികൾ ലഹരിയിലേക്ക് മടങ്ങും. അത് ഈ വാഴയിലെ ഫസ്റ്റ് ആദ്യം പറയാനുള്ളത് അതിൽ വന്ന DYSPക്കാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കയ്യടി ഡയറക്ടർ പുള്ളി. അതാണ് അതൊരു ഭയങ്കര മെസ്സേജാണ്. പിന്നെ അതേമാതിരി മുജീബ് സാറൊക്കെ ഉണ്ടോ, അത് എല്ലാ സ്കൂളിലും പഠിച്ചുണ്ടാവും. പിന്നെ വാഴയിൽ പറയാനുള്ളെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു അച്ഛൻ മകൻ തമ്മിലുള്ള ഒരു ബന്ധം, അതുപോലെ തന്നെ നമ്മുടെ അനിയത്തി പെങ്ങളും പോലെ നമ്മൾ പറഞ്ഞെടുക്കുക. എനിക്ക് പെങ്ങന്മാരെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഒരു പെങ്ങളെ കല്യാണം കഴിഞ്ഞ് പോവാണെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. ഇപ്പൊ 4 പെങ്ങന്മാരുള്ള ഒരു കഥ അതിനെ കുറിച്ച് അറിയാറ്. അപ്പൊ അങ്ങനെ ഞങ്ങള് ഈ വാഴ സിനിമയായിട്ട് ബന്ധപ്പെട്ട് വാഴ സിനിമ കണ്ടതിന് ശേഷം വളരെയധികം ജനങ്ങൾ നമ്മൾ പറഞ്ഞ് സിനിമ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരോടും കാണണം എന്ന് പോയി പറഞ്ഞതാണ്. പിന്നെ ഈ സിനിമയിൽ ഇതിന്റെ പുറകിൽ നമ്മുടെ കുറെ സുഹൃത്ത് ബന്ധങ്ങളും ഉണ്ട്. അനീഷേട്ടനൊക്കെ നമ്മുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് വാഴ സിനിമ അങ്ങേയറ്റം എല്ലാവരുടെയും കുടുംബജീവിതം സ്കൂൾ ജീവിതത്തെയും ജീവിതത്തിൽ അങ്ങേയറ്റം തൊട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ്. എല്ലാവരും പോയി കാണണം. ഇത് ഇനിയും വാഴ 3 വരുന്നുണ്ട്. അതിലും ഇതുപോലെ ബന്ധപ്പെട്ടുള്ള ലേഡീസാണ്. അപ്പൊ അവര് കഥകൾ പറയും. വാഴ ഫസ്റ്റ് കണ്ടതും നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ പ്രോത്സാഹിച്ചാണ്. അപ്പൊ ഈ ചിത്രം വളരെയധികം സമൂഹത്തിന് മെസ്സേജ് കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ കായികമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയും സുഹൃത്ത് ബന്ധത്തിനും സഹോദര ബന്ധത്തിനും വീട്ടിലെ കുടുംബജീവിതത്തിലും എല്ലാത്തിനും. അപ്പൊ ഇത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സിനിമയാണ്. അടുത്ത വാഴ 3ക്ക് എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്.